എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ തയ്യാറാക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന രുചികരമായ ഒരു മത്തിക്കറിയാണ്. ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി അല്പം വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇത്രയും എടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായി ചതച്ചെടുക്കണം. ഈ ഒരു രീതിയിലാണ് ചതച്ചെടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് ആവശ്യമായ കാശ്മീരി മുളക് പൊടി ഒരു 3 സ്പൂൺ എടുക്കണം. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, അല്പം ഉലുവാപ്പൊടി, ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, പച്ചമുളക്, അല്പം വെളിച്ചെണ്ണ ഇത്രയും ചേർത്ത് ഇത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു രീതിയിലാണ് ഇത് തയ്യാറാക്കി എടുക്കേണ്ടത്. ഇത് അല്പസമയം ഒന്ന് അടച്ചു വയ്ക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പുളിവെള്ളം ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈ ഒരു രീതിയിലാണ് ഇത് തയ്യാറാക്കി എടുക്കേണ്ടത്. ഇനി ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി അടുപ്പിലൊരു ചട്ടി വെച്ച് അതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്, നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അല്പം കറിവേപ്പില. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. മീൻകറി വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് അല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. തീ ഓഫ് ചെയ്തതിന് ശേഷം അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. മീൻ കറി തയ്യാറായിട്ടുണ്ട്.